ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് നേരെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലോട്ടാണ്. അവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന കുറച്ച് കടകളും പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. എന്തായാലും അവിടെ പോയി ജസ്റ്റ് ഒന്ന് അവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആംബിയൻസ് എന്താണെന്ന് കാണിച്ചു തരാം. എന്തായാലും നേരെ വീഡിയോട്ട് പോവാം. ഇത് മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. हाफ के जी 480, हाफ के जी 440, 440, ये 490 हाफ के जी, ये 490 या 440. नॉर्मल इंडिपेंडेंट बादाम तो 800 है. अगर कैलिफोर्निया बादाम लेंगे तो वो 900 है. दोनों में डिफरेंट क्वालिटी है. आपका नाम क्या है? हाँ नाम इब्राहिम. ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. ठीक है ब्रो, बाय. ഓക്കെ, അങ്ങനെ അവിടെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ അത് അവരോട് സംസാരിച്ച് അവൻ പറയുന്നത് ഹാഫ് കെ ജി അല്ലേ, ഹാഫ് കെ ജിയിൽ 450 എന്നാണ് അവൻ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ലൊരു മെമ്പറാണ്. അടുത്തായിട്ട് ഇതേ മാങ്ങ ചോന്തപ്പൂരി, ചോന്തപ്പൂരി, ചോത്താപ്പൂരി. ഈ മാങ്ങയുടെ പേരാണ് ചോത്താപ്പൂരി. നല്ല സൈസാണ് കേട്ടോ, നോക്കി. ഒരു മാങ്ങ തന്നെ 1 കിലോ ഉണ്ടാവും. നല്ല വലിയ മാങ്ങയാണ്. നമ്മളങ്ങനെ നടന്ന് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്ന് നേരെ പോകുന്നത് മെയിൻ റോഡിലായിട്ടാണ് കയറുന്നത്. അവസാനം നമ്മൾ നടന്ന് ഇതേ മെയിൻ റോഡേ കയറി. നമ്മൾ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. നമുക്കങ്ങനെ ഒരു സിഗ്നൽ കിട്ടി. നേരെ നമ്മൾ ഓടിക്കേറിയാണ്. വണ്ടി വരി വാഹനങ്ങൾ ചീരിപ്പായി. ഇനി കുഴപ്പമില്ല, ഇവിടെ കൂടി നമുക്ക് അങ്ങനെ നേരെ നടന്നിട്ടാൽ മതി. ഞാൻ നടന്ന് കുഴഞ്ഞി. എടാ എനിക്ക് വെള്ളം മേടിച്ചാടാ. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്. കുറെ സാധനങ്ങളുണ്ട്. ഇതെന്ത് സാധനമുണ്ട്? ഹൈദരാബാദ് ഫേമസ് കുർമ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് കടകളുമുണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. കിത്തേ ഭയ്യ? കിത്തേ? 70 റുപ്പീസ്, 70 രൂപയാണ്. എനിക്കും ബിനിലിനും ദാഹിച്ച്. അപ്പൊ ഞങ്ങൾ ഓരോ നാരങ്ങവെള്ളം കുടിക്കാൻ പോവുകയാണ്. ഭയ്യ ദോ സാൽട്ട് മസാല ഫേറ്റ്. അപ്പൊ നമ്മള് 2 സ്വീറ്റ് ലെമൺ ആണ് പറഞ്ഞിരിക്കുന്നത്. എടുക്കുവാണ് ഇപ്പം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ കുടിച്ചേ. എനിക്കാണെങ്കിൽ ഇപ്പൊ നാരങ്ങവെള്ളം കുടിച്ചിട്ട് ഗ്യാസൊക്കെ വന്നു. ഇതിപ്പോ നമ്മ വന്ന സ്ഥലത്ത് തന്നെയല്ലേ പിന്നെ വന്നത്? എന്തുവാ ഇത്? ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ പിന്നെ വന്നു കേട്ടോ. റോഡ് മൊത്തം സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് ഏത് മാങ്ങ ഇവിടെ മാങ്ങ പീസാക്കി വെച്ചേക്കണം. ഇതൊക്കെ വിൽക്കാണല്ലോ. 50 रुपये प्लेट. 50 रुपये के प्लेट. 50 രൂപക്ക് ഒരു പ്ലേറ്റ്. कौन सा मांगो? ചോത്താപ്പൂരി. ഇതും ചോത്താപ്പൂരി മാങ്ങ കേട്ടോ. ഒരെണ്ണം നോക്കി സൈസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മാങ്ങയുള്ള ചോത്താപ്പൂരി മാങ്ങയാണെന്ന് തോന്നുന്നല്ലേ. എവിടെ ചെന്ന് ചോദിച്ചാലും പേര് പറഞ്ഞ ചോത്താപ്പൂരി എന്നാണ്. എന്തുവാണ്? തൈര് കട്ടാക്കി എനിക്കവിടെ പഞ്ചസാരയിൽ ലായനിൽ മുക്കിയതാണെന്ന് തോന്നുന്നു. ജുണു. ഇത് തൈര് കട്ടയാക്കിയിട്ട് പെരുകു 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 പെരുക. कितने? 50 है, 70 है, 180. 50, 70, 180. 50, 70, 180. അതെന്താണെന്ന് വെച്ചാൽ പെരുകാണ്. അത് തൈരാണ്. തൈരും പാലും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പഞ്ചസാര ലായനിൽ മുക്കിയെന്ന് തോന്നുന്നു. അതാണ് ആ മധുരം കൂടുതൽ. വെള്ളമുണ്ട്. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ജുണു എന്നാണ് പേര് പറഞ്ഞത്. എന്നാലും കൊള്ളാം, ടേസ്റ്റ് ആയിരുന്നു സംഭവം. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനത്തെ സാധനം. സിമ്പിളായിട്ട് വരക്കുന്നുണ്ട്. കൊള്ളാലേ.
ഇപ്പുറത്തൊരു പെണ്ണി പണി, ആ പെണ്ണിനെ നോക്കിയിട്ടാണ് പുള്ളി വരക്കുന്നത്. കൊള്ളാം, കഴിവുള്ള കലാകാരൻ. നമുക്ക് പോവാം. ഈ ഫോട്ടോ അല്ല ഈ പുള്ളി വരച്ചെന്ന് തോന്നുന്നത്. കൊറേ ഫോട്ടോ ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്താ പറയുക, ഒരുപാട് ആൾക്കാർ രാത്രി ഇവിടെ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ നൈറ്റ് ലൈഫ്, അതായത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട് ഹൈദരാബാദിൽ എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഹുസൈൻ സാഗർ ടാങ്ക് ബണ്ട് ആണെന്നേ പറയത്തുള്ളൂ. അത്രയും ഫേമസ് ആയിട്ടൊരു സ്പോട്ടാണ് ഇത്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തായിട്ട് പാർക്കും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും രാത്രി ഈ വന്ന ആൾക്കാരൊന്നും ഇപ്പോഴൊന്നും പോകത്തില്ല. ചിലപ്പോൾ പോകുന്നത് രാത്രി 12 മണിക്ക് 1 മണി അങ്ങനെയൊക്കെ ആയിരിക്കും പോണത്. ഫാമിലി ആയിട്ട് ഒന്ന് ഒരു വീക്കെൻഡ് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വരുന്നതാണ് ഇവിടെ എല്ലാവരും. കിടിലൻ സ്പോട്ടാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഇവിടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. അതായത് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും ഇവിടെ വന്ന് നിന്നാൽ. നമുക്ക് എത്ര വലിയ ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിലും നേരെ ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ അതെല്ലാം പോകും. അത്രയ്ക്ക് ഒരു പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഈ ടാങ്ക് ബണ്ട് അല്ലെങ്കിൽ ഹുസൈൻ സാഗർ എന്ന് പറയുന്നത്. ഈ ക്യൂട്ട് ബേബി പിള്ളേരെ പെട്ടെന്ന് ആകർഷിക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് അല്ലേ. ഇവിടെ വന്നൊരു കൊച്ചു കിടന്ന് കരയുന്നുണ്ട്. റോഡ് വന്നു. അപ്പൊ അതായത് നമ്മളൊരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് നടന്നില്ലേ. 1 2 അല്ല 4 കിലോമീറ്റർ ഇപ്പൊ ഞങ്ങൾ നടന്ന്. എന്നിട്ട് ഈ സംഭവം തീർന്നിട്ടില്ല, ഇനി അങ്ങോട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. 75 ഇതുണ്ടോ. അത് ഒരെണ്ണത്തിന് 75 രൂപ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് കാണാൻ. മേൽപ്പാലം കയറണം. മേൽപ്പാലം കയറി കഴിഞ്ഞാൽ നമ്മ പിന്നെ അപ്പുറത്താവും. ആ സൈഡിലാട്ടോ കയറണം. ഞങ്ങൾ എന്തായാലും മേൽപ്പാലം കയറാണ്ടി പോവാണ്. മേൽപ്പാലം കയറണത് ഈ കാണുന്ന ഒരു സംഭവമാണ്. നേരെ ഇങ്ങനെ കൂടി കയറിയിട്ട് അപ്പുറത്തൂടി ഇറങ്ങണം. അപ്പൊ നമ്മൾ അപ്പുറത്തെ സൈഡിലാവും. അതായത് വാഹനങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി ചെയ്തതാണ്. വാഹനങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു നമ്മ കാരണം. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്റ്റെപ്പ് കയറി നേരെ മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ നടന്ന് അപ്പുറത്ത് നമുക്ക് ക്രോസ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്തതാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് വലുതായിരുന്നു. പിള്ളേരൊക്കെ അടിപൊളി സാധനം. ഈ ചെറുതായി ഇനി ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് വലുതായി വരും. കൊള്ളാൻ കേട്ടോ. ഇത് സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത് ഓണാവുന്നത്. അതായത് ഇവിടെ അടുത്തുള്ള ആൾക്കാർ മാത്രമല്ല ഇവിടെ വരുന്നത്, ഒരുപാട് ദൂരത്തുള്ളവരും ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ കേരളത്തിലാണെങ്കിൽ എറണാകുളം സിറ്റി ഉണ്ട്, ട്രിവാൻഡ്രം സിറ്റി ഉണ്ട്, അതേപോലെ ഒരുപാട് സിറ്റി ഉണ്ട്. ഈ തെലുങ്കാനയിൽ എനിക്ക് തോന്നുന്നത് ഹൈദരാബാദ് മാത്രമേ സിറ്റി ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങോട്ടാണ്, ഈ ഹൈദരാബാദിലോട്ടാണ് എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ സെക്രട്ടേറിയറ്റ് കൂടി വന്നതോടെ ഇത് ഇവിടെ അത്യാവശ്യം എന്താ പറയുക ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം സെക്രട്ടേറിയറ്റ് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കാണാൻ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ സാധനം. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് സെക്രട്ടേറിയറ്റ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാത്രി ഇതാ ഒരു കാഴ്ചയില്ലേ, അത് കിട്ടില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അത് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ അതെങ്ങനെയാണ് ആ ഒരു സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വന്ന് കാണണം. ആ ലൈറ്റ്, അതായത് ലൈറ്റിംഗ് ആണ് എടുത്തു പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് 10-24 ഏക്കറിലാണ് ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്. അങ്ങനെ ഗൈസ് ഇപ്പൊ 9:45 9:45 അവിടെ ഭയങ്കര തിരക്കാണ്. ആൾക്കാർ കൂടി വരുന്നതല്ലാണ്ട് കുറയുന്നില്ല. എനിക്ക് തോന്നുന്ന ഇവരൊക്കെ ഇനി പോകുമ്പോ മിക്കവാറും ഒരു 1 മണി 2 മണിയെങ്കിലും ആകും. അത്ര നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലായിട്ട് നടക്കുവാണ്. അങ്ങനെ ഗൈസ് എന്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇനിയും ഇതേപോലത്തെ ഹൈദരാബാദിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.
നമ്മൾ ഹൈദരാബാദിലെ വിശേഷങ്ങൾ മാത്രമല്ല കേരളത്തിലെടുക്കും. കേരളത്തിൽ നമ്മൾ ചെല്ലണം, എന്നാലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും മീ സഞ്ജു ആന്റണി സൈനിങ് ഔട്ട്.